വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ജാബ് എന്തെന്നെടുത്തു, ക്രോസ് എന്തെന്നെടുത്തു, പിന്നെ കുറച്ച് ഡ്രിൽസ് എടുത്തു, ഗ്രൗണ്ട് മൂവ്മെൻറ്റ്സ് എടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു 3 ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബോക്സിങ്ങിൽ എങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ബോക്സിങ്ങിൽ ഫോർവേഡ്, ബാക്ക്വേഡ്, സൈഡ് വേസ് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് മൂവ്മെൻറ്റ്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന മൂവ്മെൻറ്റ്സുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്നും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സ് പെർഫെക്റ്റ് ആവും, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും. സോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നിങ്ങളെല്ലാവരും നോക്കേണ്ടത് എൻ്റെ ലെഗ് മൂവ്മെന്റ് ആണ്. ഞാൻ എങ്ങനെ വാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഗാർഡ് ഔട്ട്, സൈഡ് വേസ് ആവുന്ന സമയത്ത് എങ്ങനെ കാണും. ഇതാണ് വാക്കിംഗ് സ്റ്റൈൽ. ബൈ വേർഡ് പറഞ്ഞാൽ നിങ്ങൾ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിൽ നിങ്ങളുടെ ഫസ്റ്റ് ലെഗ്, ഞാൻ നിൽക്കുന്നത് ഓർത്തഡോക്സ്, ഇതിൽ എൻ്റെ ഫസ്റ്റ് ലെഗിൽ ടോയിൽ ഞാൻ ലെഗിന് എടുത്ത് വെക്കുന്നു. റോൾ ചെയ്യല്ല, ഞാൻ ഇങ്ങനെ കാലുമുറ്റ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനെ ഹീലല്ല വെക്കുന്നത്, ടോ. 1 സെന്റിമീറ്റർ ഗ്യാപ്പ് എൻ്റെ 2 ലെഗിന് ഞാൻ വെക്കുന്നു. എന്നിട്ട് ടോയിൽ ഞാൻ എടുത്ത് വെക്കുന്നു. അടുത്ത ലെഗിന് ഞാൻ പുഷ് ചെയ്യുന്നത്, അത് ടോയിൽ തന്നെ എടുത്ത് വെക്കണം. ഇതിനിങ്ങനെ ബൗൺസ് ചെയ്ത് പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം, അര നമ്മുടെ ബോഡിയുടെ തൊട്ട് താഴത്തേക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അതായത് ഈ ഒരു സ്റ്റൈൽ വേണ്ട, കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള സ്റ്റൈലിൽ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യാം? ലെഫ്റ്റ് ലെഗിനെ ഞാൻ ടോയിൽ ഫോർവേഡ് ചെയ്യുന്നു, 2 ലെഗിന് ഈക്വൽ ആയിട്ട് ഞാൻ എൻ്റെ ബോഡി വെയിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം 1 2 1 2 1 2 1 2 1 2 1 2. Okay, one more time. 1 2 1 2 1 2 1 2. ഇത് തന്നെ ബാക്കോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? സെയിം പ്രോസസ്. ഇപ്പൊ ഞാൻ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗിനെയാണ് ഞാൻ ഫോർവേഡ് ചെയ്തെങ്കിൽ ബാക്കോട്ട് പോകുമ്പോൾ റൈറ്റ് ലെഗിനെ ഞാൻ ആദ്യം എടുത്തു വെക്കും. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ്. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ഏവരും ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ് ഫാസ്റ്റ് ആയി ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ പഞ്ചസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മൂവ്മെന്റിനൊന്നുകൂടെ ഫാസ്റ്റ് ആയി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കുന്നു, നമുക്ക് അതിന്റെ കൂടെ പഞ്ച് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെഗിലേക്ക് പോവില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ആദ്യം പഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ലെഗിന്റെ ഒരു ഫ്ലോ ഉണ്ട്, ആ ഫ്ലോ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ലെഗ് മൂവ്മെന്റ് നിങ്ങൾക്ക് എന്താണ്, നാച്ചുറലി നമ്മൾ എങ്ങനെയാണോ നടക്കുന്നത് ആ സ്റ്റൈൽ നമ്മളിപ്പോ ഏത് കാലം ആദ്യം വെക്കണമെന്ന് ചിന്തിച്ചിട്ടല്ലോ നടക്കുന്നത്. സെയിം സ്റ്റൈലിൽ നിങ്ങൾക്ക് ബാക്ക്വേഡ് ഫോർവേഡ് നടക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നടക്കാൻ പറ്റണം. അപ്പൊ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യാം.